തൊടുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ ഒന്നാം പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചയാൾക്കെതിരെ കുറ്റപത്രം നൽകി NIA. PFI പ്രവർത്തകൻ C. ഷെഫീറിനെതിരെയാണ് കുറ്റപത്രം നൽകിയത്. ഒന്നാം പ്രതി സവാദിനെ 13 വർഷം ഒളിവിൽ കഴിയാൻ സഹായിച്ചത് ഷെഫീറാണെന്ന് ദേശീയ അന്വേഷണ ഏജൻസി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് NIA റിപ്പോർട്ടിലുള്ളത് ജിജീഷ്? ദേവിക, വലിയ തോതിൽ ഒരു സഹായം പുറത്തുനിന്ന് സവാദിന് ലഭിച്ചു എന്ന് നേരത്തെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായിരുന്നു. കാരണം 13 വർഷത്തിലധികമാണ് സവാദ് ഒരു കൊടും കുറ്റകൃത്യം ചെയ്ത് ഭീകരവാദ പ്രവർത്തനം ചെയ്ത് അതിക്രൂരമായി തന്നെ അധ്യാപകന്റെ കൈവറ്റിയ ശേഷം ഒളിവിൽ കഴിഞ്ഞത്. മട്ടന്നൂരിൽ നിന്നായിരുന്നു വീട് വളഞ്ഞ് ദേശീയ അന്വേഷണ ഏജൻസി 2024 ജനുവരിയിൽ സവാദിനെ പിടികൂടുന്നത്. ചില സഹായങ്ങൾ, കാരണം ഇയാൾ മറ്റൊരു പേരിൽ ഷാജഹാൻ എന്ന പേരിലാണ് അവിടെ കഴിഞ്ഞിരുന്നത്. പ്രാദേശികമായ സഹായങ്ങൾ ലഭിച്ചതൊപ്പം തന്നെ PFI ഭീകരവാദ ഗ്രൂപ്പുകളുടെ കൃത്യമായ സഹായങ്ങൾ പ്രാദേശികമായി ലഭിച്ചിട്ടുണ്ട്. ചില ആളുകളാണ് അവിടെ എത്തിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിച്ചു. തുടർന്നാണ് വിശദമായ അന്വേഷണത്തിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ കുറിച്ചുള്ള ഷെഫീർ അടക്കമുള്ള ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. ഷെഫീറിന്റെ ഒരു സഹായത്തെ അല്ല, PFI പ്രവർത്തകനായ ഷെഫീറിന്റെ സഹായത്തോടെയായിരുന്നു സവാദ് ഏറെക്കാലം അവിടെ തുടർന്നത്. മാത്രമല്ല ജോലി ലഭിച്ചത് അടക്കം ഇയാളുടെ ഒരു സഹായത്തോടെയായിരുന്നു. പലപ്പോഴും ഇയാളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഫോണിൽ എന്ന കാര്യം അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമായിട്ടുണ്ട്. സവാദ് അന്വേഷണ ഏജൻസികളുടെ NIAയുടെ കണ്ണ് വെട്ടിച്ച് താമസിക്കുന്ന സമയത്ത് മറ്റ് ആരോടും തന്നെ ഫോണിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. അവിടെ മറ്റൊരു പേരിൽ താമസിക്കുകയും ഒപ്പം തന്നെ ഇങ്ങനെ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട ആളാണ് എന്ന് അറിയിക്കാതെ അവിടെ വിവാഹം ചെയ്ത് താമസിച്ചു വരികയായിരുന്നു. എന്നാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ PFI പ്രവർത്തകൻ സവാദിനെ സഹായിക്കാൻ തയ്യാറായത്. ഇയാൾ നേരിട്ട് തന്നെ കുറ്റകൃത്യത്തിൽ പങ്കാളിയായ ആളാണ്. 2010 ജൂലൈ 4-നാണ് പ്രൊഫസർ TJ ജോസഫ് തൊടുപുഴയിൽ ക്രൂരമായി തന്നെ ആക്രമിക്കപ്പെടുന്നത്. അദ്ദേഹം തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ പ്രവാചക നിന്നയുണ്ട് എന്ന് ആരോപിച്ചായിരുന്നു മതഭീകര സംഘം ഇങ്ങനെ ഒരു ശിക്ഷ, ഭീകരവാദ താലിബാൻ മോഡലിലുള്ള ഒരു ശിക്ഷ തന്നെ നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയും എല്ലാം ചെയ്തത്. അത്തരത്തിലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യം നടത്തിയ പ്രതിയെയാണ് ഇത്രയും കാലം സഹായിച്ചത് എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ UAP അടക്കമുള്ള വകുപ്പുകൾ ഈ ഒരു പ്രതിക്കെതിരെയും അന്വേഷണ സംഘം ചുമത്തിയിരുന്നു. കൃത്യമായി തന്നെ ഇയാൾ സഹായിച്ചതിന്റെയും അവിടെ ഒളിവിൽ കഴിയാൻ വേണ്ടി മറ്റ് ആളുകളുടെ സഹായം ലഭിച്ചതിന്റെയും എല്ലാം തന്നെ അന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ചേർന്നത് ജിജീഷ് കരുണാകരൻ.